ഇത് മാസ് മോട്ടോഴ്സിന്നാണ്. നമ്മൾ ഹോണ്ടയുടെ യൂണിക്കോൺ 150 ആണ് വണ്ടി. സ്റ്റാർട്ടിങ് കംപ്ലൈൻ്റ് ആയിട്ട് നമ്മൾ പോയി എടുത്തുകൊണ്ടിരുന്നത്, വണ്ടി സ്റ്റാർട്ടാവാണ്ട് വഴിയിലിരിക്കുകയായിരുന്നു. അപ്പോൾ നമ്മൾ പോയി അത് എടുത്തുകൊണ്ടിരുന്നത് നമ്മൾ ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് ഈ പ്ലഗിനകത്തേക്ക് വന്ന വയറിനകത്ത് കറണ്ട് ഇല്ല, അതായത് പ്ലഗിലേക്ക് പവർ സപ്ലൈ ഇല്ല. അപ്പോൾ അങ്ങനെ വന്നിട്ട് നമ്മൾ ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ അതിൻ്റെ CDA എന്ന് പറയുന്ന ഈ യൂണിറ്റാണ് അതിൻ്റെ കംപ്ലയിൻറ്റ് കേട്ടോ. അതായത് ഇലക്ട്രോണിക് യൂണിറ്റാണ് CDA എന്ന് പറയുന്നത്. ഈ യൂണിറ്റാണ് അതിൻ്റെ കംപ്ലയിൻറ്റ് കാണിച്ചേക്കണത്. ഇത് ഇരുന്നിരുന്നത് ഇതാണ്, സെയിം പാർട്ട് നമ്പർ തന്നെയുള്ള ഐറ്റമാണ് നമ്മളിപ്പോൾ സെറ്റ് ചെയ്തേക്കണത്, കമ്പനി ഐറ്റം. അതിൻ്റെ റേറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വില വന്നത് 2000 ശേഷം റേറ്റ് വന്നുണ്ട്. 2242 രൂപയാണ് അതിൻ്റെ വില വന്നത് കേട്ടോ, ഇലക്ട്രോണിക് യൂണിറ്റിൻ്റെ CDA യൂണിറ്റ്. അപ്പോൾ അത് മാറ്റി കഴിഞ്ഞാൽ നമുക്ക് റെഡിയാണ്. ഓൾറെഡി വണ്ടി സ്റ്റാർട്ടിംഗ് ആണ്, പ്ലഗിൽ കറണ്ടൊക്കെ വന്നുണ്ട്, സ്റ്റാർട്ടിങ് റെഡി ആയിട്ടുണ്ട്. പിന്നെ അത് കൂടാതെ കൊണ്ട് നമുക്ക് അതിൻ്റെ ഡിസ്ക് ബ്രേക്കിൻ്റെ കംപ്ലയിൻ്റ് ഒക്കെ പറഞ്ഞിട്ടുണ്ട്. ഡിസ്ക് ഒട്ടുമില്ല, ബ്രേക്ക് കംപ്ലയിൻ്റ് ആണ്. അത് ശരിക്കും നമ്മുടെ ഈ മാസ്റ്റർ യൂണിറ്റാണ് അതിൻ്റെ കംപ്ലയിൻറ്റ്. MC സബ് അസംബ്ലി നമുക്ക് മാറണം. അത് കൂടാതെ കൊണ്ട് നമുക്ക് MC സബ് മാറുന്ന കൂട്ടത്തിൽ കൂടെ നമുക്കത് ഫുള്ളായിട്ടൊന്ന് അഴിച്ച് ക്ലീൻ ചെയ്തിട്ട് വേണം റീസെറ്റ് ചെയ്യാനായിട്ട്. അതിനേക്കാൾ ഉപരി നമുക്ക് ഈ ഡിസ്ക് പ്ലേറ്റ് നമുക്ക് വൺ സൈഡ് ഇവിടെ ഒരു അലൈൻമെൻറ്റ് വേരിയേഷൻ ഉണ്ട്. അതായത് ഈ സൈഡ് മാത്രമായിട്ടൊരു പിടുത്തം, അതായത് ചെറിയൊരു എന്താ പറയുക, ഒരു കാരണം ലിവറുമേ അല്ല, അത് ഇതിൻ്റെ കംപ്ലയിൻറ്റ് കൊണ്ട് വന്നതാണ് പ്രശ്നം എന്ന് വെച്ചാൽ നമ്മൾ ബ്രേക്ക് പിടിക്കുമ്പോൾ പതുക്കെ ലിവർ ഇതിങ്ങനെ എടുത്ത് ഷിവർ ചെയ്ത് പിടിക്കും. കാരണം ഇതിൻ്റെ അലൈൻമെൻറ്റ് വേരിയേഷൻ വന്നിട്ടുണ്ട്. ഇതങ്ങനെ എന്തെങ്കിലും മുട്ട തൊട്ടെന്തെങ്കിലും കിട്ടിയപ്പോൾ വന്നതായിരിക്കാം. അപ്പോൾ പക്ക ബ്രേക്ക് ആവണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഡിസ്ക് പ്ലേറ്റ് അടക്കം ചേഞ്ച് ചെയ്താലാണ് അത് റെഡി ആവുള്ളൂ. അതായത് ഈ പ്ലേറ്റ് മാറ്റിയിടണം, ഈ കാലിപ്പർ അസംബ്ലി അയച്ചിട്ട് ഫുള്ളായിട്ട് ക്ലീൻ ചെയ്ത് പിസ്റ്റൺ സീലൊക്കെ മാറ്റി റീസെറ്റ് ചെയ്തെടുക്കുക, ബ്രേക്ക് ഫ്ലൂയിഡൊക്കെ മാറ്റാം. അതിനുശേഷം നമുക്ക് ഈ മാസ്റ്റർ കിറ്റ് അടക്കം സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഡിസ്കിൻ്റെ കേസ് പക്കയാവും. വേറെ കംപ്ലയിൻ്റ് ഒന്നും ക്ലിയറായിട്ട് പുതിയത് എങ്ങനെയായിരുന്നു ആ രീതിയിൽ തന്നെ നമുക്കത് ക്ലിയർ ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ അതിന് അത്യാവശ്യം റേറ്റ് വരും, എമൗണ്ട് വരും. ഇപ്പോൾ CDA യൂണിറ്റ് തന്നെ നമുക്ക് വന്നിട്ടുണ്ട് 2242 രൂപ വരുന്നുണ്ട്. അപ്പോൾ ഡിസ്ക് ബ്രേക്കിൻ്റെ കംപ്ലയിൻ്റ് കൂടി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാൻ അതിൻ്റെ ഡീറ്റെയിൽസ് വീഡിയോ ഒന്ന് അയക്കാം. നോക്കിയിട്ട് ഒരു എസ്റ്റിമേറ്റ് ആക്കിയിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് കൂടി വാട്സാപ്പിലേക്ക് ഒന്ന് തരാം. അപ്പോൾ നോക്കിയിട്ട് വീഡിയോ കണ്ടതിന് ശേഷം നോക്കിയിട്ട് പറയാം അതെങ്ങനെ ചെയ്യേണ്ടത്, എത്ര ചെയ്യേണ്ടത് എന്നുള്ള ദിവസം നോക്കിയിട്ടൊന്ന് പറയാം. അത് കൂടാതെ കൊണ്ട് നമ്മൾ വണ്ടി സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് വണ്ടിക്ക് പുകയുടെ പ്രശ്നം കാണിക്കുന്നുണ്ട്, ഓയിൽ കത്തിപ്പോണ്ട് കേട്ടോ. സൈലൻസറിൽ നമ്മൾ സൈലൻസറിൽ ചെക്ക് ചെയ്യുമ്പോൾ നല്ല രീതിയിൽ കാർബൺ കാണുന്നുണ്ട്. അപ്പോൾ അതും കൂടി ഇടയ്ക്ക് ചെക്ക് ചെയ്താൽ നന്നായിരിക്കും. പറയാൻ കാരണം ഞാനേ അതിൻ്റെ ഓയില് ലെവൽ ചെക്ക് ചെയ്തിരുന്നു. ലെവൽ നോക്കണ സമയത്ത് ഓയിൽ ലെവൽ കാണുന്നുണ്ടായില്ല, ഓയിൽ ലെവൽ കിട്ടുന്നുണ്ടായില്ല. അതും പ്രകാരം നമ്മളതിൻ്റെ ഓയിൽ ഊറ്റി നോക്കി, എത്രത്തോളം ഉണ്ടോ അതിനകത്ത് ഓയിൽ, ഇനി കുറവുള്ളത് ഒഴിച്ചാൽ മതിയെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഊറ്റി നോക്കി. ഊറ്റുമ്പോൾ കാണുന്ന ഓയിലിൻ്റെ അളവെന്ന് പറഞ്ഞാൽ 200 മില്ലി ഓയിലാണ്. അത് കൂടി 200 മില്ലി ഓയിലാണ് വണ്ടി ഓടിക്കൊണ്ടിരിക്കുക. നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഒരു 600 മില്ലി താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഓൾറെഡി കംപ്ലയിൻറ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടാവും. ഇപ്പം നിലവിൽ സിലിണ്ടർ പിസ്റ്റണൊക്കെ ഓൾറെഡി ഡാമേജ് ഉള്ളത് കൊണ്ടാണ് സൈലൻസറിലൊക്കെ ആ പുകയുടെ പ്രശ്നം നിൽക്കുക. ഇനിയിപ്പോൾ ശരിക്കും നല്ല രീതിയിൽ തന്നെ സ്ക്രാച്ചും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടാവും. കാരണം ഇനിയിപ്പോൾ നമ്മൾ ഓയിൽ ഒഴിച്ചിട്ട് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്തായാലും ആദ്യം ഉണ്ടായിരുന്നത് എങ്ങനെയാണോ അതിനേക്കാളും കൂടുതൽ പുകയുടെ പ്രശ്നമൊക്കെ കാണിക്കാനായിട്ടുള്ളൊരു സാധ്യത നിലവിലുണ്ട്. അപ്പോൾ ഇത് നമ്മൾ ഗൗരവത്തിലെടുക്കേണ്ട കേസാണ്. ഓയിൽ ശരിക്കും എഞ്ചിനിൽ കുറഞ്ഞു പോകാൻ പാടില്ല. അതെന്താണ് അതിൻ്റെ പ്രോബ്ലം എന്ന് വെച്ചാൽ നോക്കിയിട്ട് അത് പരിഹരിക്കേണ്ടതാണ്. നമുക്ക് ഈ സിലിണ്ടർ ഹെഡ് ഇത്രയും ഭാഗത്താണ് അതിൻ്റെ പ്രശ്നം വരുള്ളൂ. അത് സിലിണ്ടറിൻ്റെ കംപ്ലയിൻ്റ് ആണെങ്കിൽ സിലിണ്ടറിൻ്റെ ഇത് റെഡിയാക്കി വിടണം. അല്ല വാൽവിൻ്റെ കേട് എന്തെങ്കിലും കംപ്ലയിൻറ്റ് വന്നതാണെങ്കിൽ അത് ക്ലിയറാക്കി കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ എന്ത് പറ്റുമെന്ന് വെച്ചാൽ ഓയിൽ ലെവൽ കുറഞ്ഞു കൂടുമ്പോൾ അതിൻ്റെ മേജറായിട്ടുള്ള കംപ്ലയിൻറ്റുകളിലേക്ക് പോകും. ക്രാങ്ക് കാര്യങ്ങളൊക്കെ കംപ്ലയിൻറ്റിലേക്ക് പോകും. ഓയിൽ ലെവൽ കുറഞ്ഞ് ഓടാൻ പാടില്ല. ഇപ്പോൾ ഇത്രയും നിലവിൽ ഓയിൽ കുറഞ്ഞ് ഓടുമ്പോൾ തന്നെ സ്വാഭാവികമായിട്ടും അതിൻ്റെ കംപ്ലയിൻ്റൊക്കെ ഓൾറെഡി ജനറേറ്റ് ചെയ്തിട്ടുണ്ടാവും കേട്ടോ. അപ്പോൾ നിലവിൽ നമുക്കിപ്പോൾ എഞ്ചിൻ ഓയിൽ കൂടി മാറ്റാം. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്തേക്ക് ഓയിൽ ഒഴിക്കണേൽ കഥയില്ല. 1 ലിറ്റർ ഓയിൽ തന്നെ ഇപ്പോൾ ആകെ 200 മില്ലി ഓയിലുള്ളൂ. ആ പഴയ ഓയിലിലേക്ക് നമുക്ക് 800 മില്ലി ഒഴിക്കണേലും നല്ലത് ഓയിൽ ഫുൾ അസംബ്ലി ആയിട്ട് മൊത്തത്തിൽ ഊറ്റി കളഞ്ഞിട്ടത് ഫുള്ള് മാറ്റണതായിരിക്കും കുറേ കൂടി ബെറ്റർ കേട്ടോ. അപ്പം ഞാൻ വീഡിയോ അയച്ചു തരാം. അത് ആദ്യം വീഡിയോ കാണാം കൃത്യമായിട്ട്. അതിനുശേഷം ഞാൻ അതിൻ്റെ ഒരു എസ്റ്റിമേറ്റ് കൂടി റെഡിയാക്കിയിട്ട് അതും കൂടി വാട്സാപ്പിലേക്ക് ഇട്ടേക്കാം. അത് കണ്ടു കഴിയുമ്പോൾ നോക്കിയിട്ട് അതനുസരിച്ചിട്ട് റിപ്ലൈ ഇടും. നമുക്ക് എങ്ങനെയാണ് വർക്ക് ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് വെച്ച് നോക്കിയിട്ട് അതനുസരിച്ച് നമുക്ക് റെഡിയാക്കാം കേട്ടോ. കാരണം CDA ഒക്കെ വന്നതുകൊണ്ടാണ്, CDAക്ക് തന്നെ ആ റേറ്റ് വന്നിട്ടുണ്ടല്ലോ. അപ്പോൾ നോക്കിയിട്ട് എന്തെങ്കിലും ഒന്ന് റിപ്ലൈ ഇടും കേട്ടോ. അതനുസരിച്ചിട്ട് വേണം നമുക്ക് വർക്ക് കംപ്ലീറ്റ് ചെയ്യാനായിട്ട്. പെർമിഷൻ കിട്ടിയാൽ മാത്രമേ നമുക്കത് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. ഓക്കെ.